പുരാതന കാലത്തെ റോമൻ സാമ്രാജ്യവും ഭാരതവും തമ്മിലുണ്ടായിരുന്ന സുവർണ വ്യാപാരത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ചരിത്രരേഖകൾ ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ചരിത്രകാരനായ മക്ലാഫിന്റെ നിരീക്ഷണ പ്രകാരം ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിനും 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ റോമിൽ നിന്ന് ഭീമമായ അളവിൽ സ്വർണവും വെള്ളിയും നാണയങ്ങളായി ഇന്ത്യയിലേക്ക് ഒഴുകിയിരുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കുമായി റോമക്കാർ നൽകിയ ഈ സമ്പത്ത് പ്രധാനമായും വന്നെത്തിയത് ദക്ഷിണേന്ത്യയിലെ തമിഴ് തീരങ്ങളിലായിരുന്നു. വടക്കേ ഇന്ത്യയിലെ കുശാന രാജാക്കന്മാർ റോമൻ നാണയങ്ങൾ ഒരുക്കി തങ്ങളുടേതാക്കി മാറ്റിയപ്പോൾ ദക്ഷിണേന്ത്യയിലെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ റോമൻ നാണയങ്ങളെ അവയുടെ പരിശുദ്ധി കണക്കിലെടുത്ത് മാറ്റമില്ലാതെ കാത്തുസൂക്ഷിച്ചു. ഈ സ്വർണശേഖരം പിൽക്കാലത്ത് ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളുടെ നിലവറകളിലേക്ക് മാറ്റപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്നതും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതുമായ ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം. 2011 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തുറന്ന 5 നിലവറകളിൽ നിന്ന് ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളും അമൂല്യ രത്നങ്ങളും പുരാതന റോമൻ നാണയങ്ങളും കണ്ടെത്തി. എന്നാൽ ഈ മഹാവിസ്മയങ്ങൾക്കിടയിലും ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ബി എന്ന് വിളിക്കപ്പെടുന്ന 6-ാം നിലവറയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ വെറും ഒരു അറയല്ല, അത് വിശ്വാസങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു കോട്ടയാണ്. ഈ നിലവറയുടെ വാതിലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന നാഗരൂപങ്ങൾ ഇതിന് കാവൽ നിൽക്കുന്നു എന്നാണ് ഐതിഹ്യം. മന്ത്രവിദ്യയിലൂടെ ബന്ധിക്കപ്പെട്ട ഈ വാതിൽ ഗരുഡമന്ത്രം ജപിച്ചു മാത്രമേ തുറക്കാൻ കഴിയൂ എന്നും മനുഷ്യപ്രയത്നത്താൽ ഇത് തുറക്കാൻ ശ്രമിച്ചാൽ ലോകത്തിന് തന്നെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 1930കളിൽ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചവർ പാമ്പുകളുടെ ഭീഷണിയെ തുടർന്ന് പിന്തിരിഞ്ഞുവെന്ന കഥകൾ ഇന്നും ജനങ്ങൾക്കിടയിൽ സജീവമാണ്. നിലവറയ്ക്കുള്ളിൽ നിന്ന് കടലിരമ്പം കേൾക്കാമെന്നും ഇത് അറബിക്കടലുമായി നേരിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ബാക്കിയുള്ള 5 നിലവറകളിൽ നിന്ന് തന്നെ ശതകോടികളുടെ സമ്പത്ത് കണ്ടെത്തിയ സ്ഥിതിക്ക് ബി നിലവറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതിലും വലിയ അത്ഭുതങ്ങളായിരിക്കുമെന്ന് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും കരുതുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ സമ്പന്നത വിളിച്ചോതുന്ന അമൂല്യ ശേഖരങ്ങൾ ഒരുപക്ഷെ ഈ ഇരുളടഞ്ഞ അറയ്ക്കുള്ളിൽ വിശ്രമിക്കുന്നുണ്ടാകാം. വിദേശ അക്രമികളുടെ കണ്ണിൽപ്പെടാതെ നൂറ്റാണ്ടുകളോളം സുരക്ഷിതമായിരുന്ന ഈ നിധിശേഖരം ഭാരതീയർ സ്വർണത്തെ വെറുമൊരു ലോകമായല്ല, മറിച്ച് തങ്ങളുടെ സംസ്കാരത്തിന്റെയും ദൈവികതയുടെയും ഭാഗമായാണ് കണ്ടിരുന്നത് എന്നതിന് തെളിവാണ്. ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ സ്വർണ്ണ ഉപഭോക്താവായി തുടരുന്നതും ഈ ചരിത്രത്തിന്റെ തുടർച്ചയാണ്. സാധാരണക്കാരായ ഭാരതീയരുടെ വീടുകളിൽ മാത്രം ഏകദേശം 24,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് കണക്കുകൾ. പൗരാണിക കാലത്തെ റോമൻ പണമൊഴുക്ക് മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിഗൂഢ നിലവറകൾ വരെ നീളുന്ന ഈ സ്വർണ്ണശേഖരം ഇന്ത്യയെ ലോകത്തിന്റെ രത്നപേടകമെന്ന് വിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ നിലവറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്നെങ്കിലും വെളിച്ചം കാണുമോ, അതോ കാലത്തിന്റെ തടവറയിൽ എന്നും നിഗൂഢമായി തുടരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.